ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുകൾക്കൊപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്ന വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിഒ. വെൽക്കം ടു ദ വീഡിയോ. വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണിത്. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് എന്നിവയാണ്. ഇത് കൂടാതെ അല്പം കോളിഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കോളിഫ്ലവറും 1/2 കപ്പ് വീതവും ബീൻസ് 1/4 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. ബീൻസ് നീളത്തിൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വെജിറ്റബിൾസ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ കൂടി വേണം. ഇനി റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോലെ 2ാം പാലിന് പകരമായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്താൽ മതിയാകും. ഇനി വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നീട് എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഏലക്ക 4 എണ്ണം ചേർക്കുക. ഏലക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നത് അതിന്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ ഗ്രാമ്പൂ 6 എണ്ണം, ഏകദേശം 3 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ടയുടെ പീസ് 1 എണ്ണം, ഇത് 3ഉം ചേർത്ത് 5-10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചിട്ട് 3-4 പച്ചമുളക് നടുവേ കീറിയത്, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയ ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത്, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. അതോടൊപ്പം തന്നെ കറിവേപ്പില 2-3 തണ്ട്, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കുക. സവോള ഗോൾഡൻ കളറൊന്നും ആവരുത്, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാകും. ഏകദേശം 4-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴട്ടിയാൽ മതിയാകും. സവോള അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് 1/2 കപ്പ്, ക്യാരറ്റ് കട്ട് ചെയ്തത് 1/2 കപ്പ്, ബീൻസ് 1/4 കപ്പ്, അവസാനമായി കോളിഫ്ലവർ 1/2 കപ്പ്. ഇനി ഏകദേശം 1 മിനിറ്റ് നേരം ഇത് തുടർച്ചയായിട്ട് ഇളക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാലോ അതല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളമോ ചേർക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പാൻ അടച്ചുവെച്ച് വേവിക്കുക. ഏകദേശം 7-8 മിനിറ്റ് നേരമാണ് വേവിക്കേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടി കൂടിയ തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 1ാം പാൽ ചേർക്കുക. അതോടൊപ്പം തന്നെ ചതച്ചെടുത്ത കുരുമുളക് 1/4 ടീസ്പൂൺ. ശ്രദ്ധിക്കുക, കുരുമുളക് നന്നായിട്ട് പൊടിച്ച് ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ കളറ് മാറിപ്പോകും. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വെജിറ്റബിൾ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇതിനെ കുറച്ചുകൂടി റിച്ച് ആക്കുന്നതിനും അതുപോലെ കൊഴുപ്പ് കൂട്ടുന്നതിനുമായിട്ട് ഇതിലേക്ക് 10 കാഷ്യൂനട്ട് അല്പനേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ചേർക്കുക. കാഷ്യൂനട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ചേർക്കാതെ തന്നെ ഇതിന്റെ കൊഴുപ്പ് കൂട്ടാൻ മറ്റൊരു മാർഗമുണ്ട്. അതായത് ഇതിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പീസുകളിൽ കുറച്ചെണ്ണം തവി കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഉടച്ച് ഗ്രേവിയിൽ മിക്സ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ഇതുപോലെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒരു കാരണവശാലും തിളപ്പിക്കരുത്. വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക. സ്റ്റൂ തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് അധിക നേരം കേടുകൂടാതിരിക്കില്ല. അതുകൊണ്ട് വേഗം തന്നെ കഴിച്ചു തീർക്കുകയോ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.